ഹാപ്പി ബർത്ത്ഡേ ടു യു പാറു. താങ്ക് യു. താങ്ക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് എപ്പോഴാണ് ട്രീറ്റ് ചെയ്യുന്നത്? എടാ ഞാൻ ഇപ്പൊ ഇവിടെ കുറച്ച് ബിസിയാ. നീ ഒരു കാര്യം ചെയ്യ്, വൈകിട്ട് ഇങ്ങോട്ട് വാ എന്റെ വീട്ടിലോട്ട്. പിന്നെന്താ, ഞങ്ങൾ എത്തിയേക്കാം. എടാ പിന്നെ എനിക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ലൊരു ഫോൺ വേണമായിരുന്നു. നീ നല്ല ഒരെണ്ണം സജസ്റ്റ് ചെയ്യും. നിനക്കാകുമ്പോൾ ഇതിനെ പറ്റിയൊക്കെ അറിയാലോ. എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. എടാ നീ ഞങ്ങളുടെ ടെക്നോന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നീ ഒന്ന് കണ്ടു നോക്ക്, നിനക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ താങ്ക്സ് ഡാ. അപ്പോൾ വൈകുന്നേരം കാണാം. ശരിയടാ, ഓക്കെ ബൈ. Hello friends, welcome to another amazing episode of Tech Now. Samsung 2021 A സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയ A32 പ്രൈസ് വർത്തിയാണോ? നമുക്കൊന്ന് നോക്കാം. വൈറ്റ് പേപ്പർ ബോക്സിലാണ് ഫോൺ വന്നിട്ടുള്ളത്. ഏറ്റവും ടോപ്പിൽ ഫോണിന്റെ നെയിം എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ ഇതിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. കാണുമ്പോൾ തന്നെ ഒരു ക്ലാസി സ്റ്റാൻഡേർഡ് ഫീൽ കിട്ടുന്നുണ്ട് ഈ ഫോണിന്. ഫോൺ തൽക്കാലം നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അവർ ഇജക്ട് പെൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 15 വാട്ട്സ് അഡാപ്റ്റീവ് ഫാസ്റ്റ് ചാർജറാണ് സാംസങ് ഇതിൽ നൽകിയിരിക്കുന്നത്. ചാർജ് ചെയ്യാൻ ടൈപ്പ് സി കേബിളും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിലും ഹെഡ്സെറ്റും ബാക്ക് കേസും കൊടുത്തിട്ടില്ല. മറ്റുള്ള സാംസങ് ഫോൺസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് വളരെ ഡിഫറെൻറ്റ് ലുക്കാണ്. നോർമലി മിക്ക ഫോൺസിനും ക്യാമറ മൊഡ്യൂൾ പ്രൊജക്റ്റഡ് ആണ്. എന്നാൽ A32ൽ ബോഡിയിൽ തന്നെയാണ് ക്യാമറ മൊഡ്യൂൾസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 4 ക്യാമറാസിൽ 3 ക്യാമറ പഞ്ച് ഹോൾ പോലെ പ്രൊജക്റ്റഡ് ആണ്. 4th ക്യാമറയും ഫ്ലാഷ് ലൈറ്റും ബോഡിയിൽ തന്നെ ഫ്ലാറ്റൺ ചെയ്തിരിക്കുകയാണ്. മൊത്തത്തിൽ ഇതിനൊരു വെറൈറ്റി ലുക്കാണ്. ബാക്ക് സൈഡ് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ ഗ്ലോസി ഫിനിഷ്ഡ് ആണ്. ഇതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ വോളിയം റോക്കറും പവർ ബട്ടണും നമുക്ക് കാണാം. ബോട്ടം സൈഡിൽ സ്പീക്കർ ഗ്രിൽ, മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആൻഡ് 3.5 mm ഓഡിയോ ജാക്ക് എന്നിവ അലൈൻ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രേ മാത്രമാണ് ഉള്ളത്. ടോപ്പ് സൈഡിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സിം സ്ലോട്ട്സ് ഒന്ന് നോക്കാം. ഞാൻ വിചാരിച്ച പോലെ ഇതിന് 3 കാർഡ് സ്ലോട്ട്സ് ആണ് ഉള്ളത്. 2 നാനോ സിം സ്ലോട്ടും കൂടാതെ ഒരു മൈക്രോ SD സ്ലോട്ടും. നമുക്കിനി ഫോൺ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. സാംസങ്ങിൻ്റെ എല്ലാ ഫോൺസും പോലെ വളരെ പ്രത്യേകതയുള്ള ഡിസ്പ്ലേ തന്നെയാണ് A32ൽ. ടച്ച് സെൻസിറ്റിവിറ്റി സ്മൂത്ത് ആക്കാൻ വേണ്ടി 90 Hz റിഫ്രഷ് റേറ്റിൽ 6.4 ഫുൾ HD+ സൂപ്പർ AMOLED ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വളരെ ഫാസ്റ്റ് ആണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ്. 12 നാനോമീറ്റർ MediaTek Helio G80 ആണ് A32ൻ്റെ പവർ ഹൗസ്. 3 വേരിയൻറ്റിലാണ് A32 അവൈലബിൾ ആയിട്ടുള്ളത്. 4GB RAM 64GB, 6GB RAM 128GB ആൻഡ് 8GB RAM 128GB. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തതുപോലെ ഇതിൽ 4 ക്യാമറാസ് ആണ് ഉള്ളത്. ബാക്കിൽ 64 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 8 MP അൾട്രാ വൈഡ് ക്യാമറ, 5 MP മാക്രോ ക്യാമറ, 2 MP ഡെപ്ത് ക്യാമറ. അതിനോടൊപ്പം തന്നെ ഫ്ലാഷ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ 20 MBയുടെ സെൽഫി ക്യാമറയും കാണാൻ സാധിക്കുന്നു. A32 4 കളർ വേരിയന്റിലാണ് അവൈലബിൾ. ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ് ആൻഡ് വയലറ്റ്. 22,000 rupees ആണ് 6GB RAM 128GB വേരിയന്റിന്റെ പ്രൈസ് വരുന്നത്. നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹൈ പെർഫോമൻസ് ഫോണാണ് നോക്കുന്നതെങ്കിൽ Galaxy A32 നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ പ്രൈസ് റേഞ്ചിലും സാംസങ് ക്യാമറ ക്വാളിറ്റിയും ബാറ്ററിയിലും ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല.
അതുകൊണ്ട് തന്നെ ഈ ഫോൺ തീർച്ചയായും തിരഞ്ഞെടുക്കാം. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു ഗാഡ്ജറ്റുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങളെത്തും. Until then, this is me, Parvati Tilak, signing off.